പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലുള്ള യശ്വന്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. യശ്വന്തൂരിൽ നിന്ന് നമ്മൾ ഇന്ന് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പോകാൻ പോവാണ്. എല്ലാ വ്യാഴാഴ്ചയും 3:20 പുറപ്പെടുന്ന കൊച്ചുവേലി AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. നമ്മൾ ഇന്നൊരു വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ രാവിലെ 9 മണിക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പെട്ടെന്നുള്ളൊരു ബുക്കിംഗ് ആയിരുന്നു. കാരണം നമുക്ക് കണ്ണൂർ എക്സ്പ്രസ്സിന് നമുക്ക് വടകര ഇറങ്ങാമെന്ന് വെച്ചായിരുന്നു. പക്ഷേ അതിൽ വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ ഇവിടുന്ന് കോയമ്പത്തൂരേക്ക് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊച്ചുവേലി എക്സ്പ്രസ്സിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് ഷൊർണൂരേക്ക് പോകണം. ഷൊർണൂരിൽ നിന്ന് വടകരേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ ആ ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തേത്. ഞാനിപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ലാസ്റ്റാണ് കിടക്കുന്നത്. ഇതേ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിയുടെ ലോക്കോമോട്ടീവ് ഇതേ നീല കളറിൽ കണ്ടാങ്ങ്, അതാണ് ഇതിൻ്റെ ലോക്കോ. പിന്നെ ഇവിടെ നമ്മൾ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടോ, ആ ഒരു സ്ഥലത്താണ്. ഈ വരുന്നതാണ് നമ്മുടെ കൊച്ചുവേലി AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. WDP 4D ആണ് ഇതിൻ്റെ ലോക്കോ വരുന്നത്. അങ്ങനെ നമ്മുടെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി, കണ്ടോ? നമ്മുടെ കോച്ച് ഇത് തന്നെയാണ്, കണ്ടോ? B1. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് കയറാം. ഇവിടെ നമുക്കൊരു മിററുണ്ട്. നമ്മൾ തുറന്നകത്തേക്ക് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ സീറ്റ് 15. നമ്മുടെ വണ്ടി അങ്ങനെ യശ്വന്തൂരിന് എടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു വണ്ടി എടുത്ത്. അതുകൊണ്ടാണ് അവിടുത്തെ കാഴ്ചകൾ എടുക്കാൻ പറ്റാത്തത്. അവിടെ നിന്നൊന്നുമില്ല, സ്റ്റേഷനിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ ഇവിടെ വരെ എത്തുന്ന ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് എന്തോ വർക്ക് നടക്കുന്നുണ്ട്, ട്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റലും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അടുത്ത സ്റ്റേഷൻ വരുന്ന കൃഷ്ണരാജപുരമാണ് കേട്ടോ. ട്രെയിൻ ഇപ്പം അങ്ങനെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി അങ്ങോട്ടൊന്ന് നല്ല സ്പീഡിലേക്ക് കയറും. സ്മാർട്ട് ബസാർ, അവിടെ ഒരു ട്രെൻഡ് ഉണ്ട്, ട്രെൻഡ്സ്. ലെവൽ ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം നമ്മുടെ ട്രെയിന് ബനസ്വാടി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവാണ്. ഇവിടെ സ്റ്റോപ്പില്ല, മെല്ലെ ഇവിടുന്ന് പോകുന്നുണ്ട്. നമ്മളങ്ങനെ SMVT എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ കുറച്ചുകൂടി അടുത്താണ്. നമ്മുടെ എന്തായാലും പ്ലാറ്റ്ഫോമിലൂടെ നമ്മളെ വണ്ടി പോകുന്നില്ല. കാരണം നമ്മൾ വേറെ ട്രാക്ക് ഉണ്ട്, സ്റ്റേഷനിലേക്ക് കയറുന്നില്ല. വേറെ ട്രാക്ക് വഴി തന്നെയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ വണ്ടി മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. SMVT എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സർ M വിശ്വേശ്വരയ്യ ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. പിന്നെ ഈ ഒരു സ്റ്റേഷനിൽ 7ഓളം പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത്. 7 പ്ലാറ്റ്ഫോമാണ് ഈ സ്റ്റേഷനിലുള്ളത്.
പിന്നെ നമുക്ക് എന്തായാലും ഒരു തവണയെങ്കിലും നമുക്ക് ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്യണം. നമുക്ക് എവിടെയെങ്കിലും പോകണം. ഈ ഒരു സ്റ്റേഷൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റേഷനൊരു പ്രത്യേകത ഉണ്ട്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഫസ്റ്റ് ടൈമല്ല, നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലല്ല. അവിടെ ഇൻറ്റീരിയറും കാര്യങ്ങളും ലൈറ്റിങ്ങും അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് എയർപോർട്ടിൽ പോകുമ്പോൾ. അപ്പോൾ അതേ ഒരു ഫീൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. കാരണം എയർപോർട്ട് മോഡലിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ കണ്ട ഈ ഒരു ഇത് റെയിൽവേ സ്റ്റേഷൻ ആണോ അല്ലെങ്കിൽ ഇത് എയർപോർട്ടാണോ, അങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ. ഇവരെ അതിൻ്റെ ഇൻറ്റീരിയറും ഫ്ലോറും സൈഡിലൊക്കെ വെച്ചേക്കുന്ന ചെടികൾ കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു തവണ നമുക്ക് ഇവിടുന്ന് വീഡിയോ നമ്മൾ എടുക്കാം. പിന്നെ എയർ കണ്ടീഷൻ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ SMVT അഥവാ സർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ. പിന്നെ 7 പ്ലാറ്റ്ഫോമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കിടക്കുന്ന നമ്മുടെ ബെർത്ത് എന്ന് പറയുന്നത്. സൈഡ് ലോറാണ്. ഇവിടെ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പുറം ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി മെല്ലെ ഇങ്ങനെ സ്പീഡ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ SMVT ഒക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 1 മിനിറ്റാണ് ഇവിടെ ഹോൾഡ് വരുന്നത്. 1 മിനിറ്റിന് ശേഷം ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. കൃഷ്ണരാജപുരത്ത് നല്ല തിരക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പല സ്ഥലത്തേക്കായിട്ട് പോകുന്ന വണ്ടികളൊക്കെ ഇതിലൂടെയാണ് പോകുന്നത് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വണ്ടികളിലൂടെ വരുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. പ്ലാറ്റ്ഫോമിലൊക്കെ മറച്ചു ആൾക്കാരാണ്. അങ്ങനെ കൃഷ്ണരാജപുരത്ത് നിന്ന് നമ്മളെ വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചായ കോഫി. നിങ്ങളിവിടെ കണ്ടോ മെട്രോയുടെ പില്ലറുണ്ട്. മെട്രോ സ്റ്റേഷൻ. ഇവിടെ കൃഷ്ണരാജപുരം മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ട് കേട്ടോ. മെട്രോയുടെ പില്ലറാണ്. നമുക്ക് പാരലായിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജപുരത്ത് നിന്ന് നമുക്ക് അടുത്തായിട്ട് വരുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് സേലം ജംഗ്ഷനുണ്ട്. അത് 245 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ആ സ്റ്റേഷൻ. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ അവിടെ എത്താൻ എടുക്കും. 3 മണിക്കൂർ കൂടുതൽ എടുക്കുന്നതാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ കുറേ സ്റ്റേഷനൊക്കെ സ്കിപ്പ് ചെയ്യും. ഇവിടെയൊക്കെ സ്റ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ മണ്ണടിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? നമ്മുടെ ട്രെയിൻ അങ്ങനെ വൈറ്റ്ഫീൽഡ് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണരാജപുരം കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് വരുന്ന സേലത്താണ്. കുറേ ഓടിയിട്ടാണ് 3 മണിക്കൂറൊക്കെ ഓടി കഴിഞ്ഞിട്ടാണ് അവിടെ എത്തേണ്ടത്. സ്റ്റേഷനൊന്നും അങ്ങനെ ആളെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ സ്റ്റേഷൻ ഇങ്ങനെ വൈറ്റ്ഫീൽഡ് അങ്ങനെ കുറേ സ്റ്റേഷൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. ഇപ്പോൾ സേലത്താണെങ്കിലും സ്റ്റോപ്പ് വരുന്നത് കൃഷ്ണരാജപുരം കഴിഞ്ഞാൽ. അങ്ങനെ വൈറ്റ്ഫീൽഡ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബൈ. നമ്മൾ വൈറ്റ്ഫീൽഡ് കടന്നുപോയി സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ ട്രെയിന് സിഗ്നൽ കിട്ടിയില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടാൽ നല്ലൊരു സ്ഥലം. ദൂരെ കുറേ മരങ്ങളായിട്ട് കുറച്ച് പച്ചപ്പ്.
സ്ഥലം, ഒരു മരം, നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. അങ്ങനെ ദേ ഇപ്പം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ എക്സ്പോഷർ നല്ലോണം കുറച്ച് 0 ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സൂര്യനെ കണ്ട ഒരു പൊട്ടുപോലെ ഇങ്ങനെ എന്താ പറയുക, നല്ല രസത്തിൽ തന്നെ കാണുന്നില്ലേ, കുറേ നല്ല നല്ല മരങ്ങളുണ്ട്. ഇപ്പം അതൊരു കുളം, വലിയൊരു കുളം കണ്ട, അത് നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവാണ്. വളരെ രസമുണ്ട് കേട്ടോ. അത് ഈ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് പേഴ്സണലി അധികം പേർക്കും അങ്ങനെ ഒരു പ്രത്യേക ഫീലാണ്. യാത്ര ചെയ്യാനായാലും എന്തിനായാലും നല്ലൊരു രസമാണ് കേട്ടോ, കുറേ മരങ്ങളൊക്കെ കണ്ടാൽ. നിങ്ങളിപ്പോൾ കണ്ട സൂര്യൻ്റെ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് മൊബൈൽ പെട്ടെന്ന് ഓഫായത്. ഞാൻ ഈ സമയം തന്നെ ചാർജ് ചെയ്തു, കുറേ സമയത്ത് ചാർജ് ചെയ്യാറില്ല. ഞാൻ നോക്കി ചാർജറിൻ്റെ ഓപ്ഷൻ നേരത്തെ ഞാൻ പിന്നെ ഭാഗം നോക്കിയില്ല. അപ്പോൾ അപ്പോഴത്തെ പ്രോബ്ലം പറയുന്നത് ചാർജർ വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ സൈഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ മനസ്സിലായി മൊത്തത്തിൽ പവർ പോയതാണ്. അപ്പോൾ കുറേ സമയം എടുത്തു, 1.5 മണിക്കൂറിന് മേലെ എടുത്ത് പവർ തരാൻ. അപ്പോൾ ആ പവറൊക്കെ വന്ന് ആ സമയത്താണ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്തിട്ട്, ആ സമയത്താണ് മൊബൈൽ ചാർജ് കയറിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ്റെ ഭാഗത്ത് എടുത്ത് നല്ല വെളിച്ചിട്ടുള്ള കുറേ വീഡിയോസ്, കുറേ ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ചാർജ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് സേലം ജംഗ്ഷൻ സ്റ്റേഷനാണ്. അവിടെ നമ്മൾ ഏകദേശം ഒരു 65 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ 65 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ പാൻട്രി കാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു ചായ വാങ്ങി, പിന്നെ ഒരു ലേസ് വാങ്ങി, അങ്ങനെയൊക്കെ വാങ്ങി. രാത്രിക്കുള്ള ഫുഡൊന്നും വാങ്ങിക്കില്ല, ഇനി കോയമ്പത്തൂർ എത്തിയിട്ട് അവിടുന്ന് വാങ്ങിച്ചിട്ട് കഴിക്കണം. പിന്നെ അങ്ങനെ നോക്കണം, അവിടെ കിട്ടോ നോക്കണം. നമ്മുടെ വണ്ടിയിൽ സെക്കൻഡ് AC വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു മിററുണ്ട്. ഇത് നമ്മുടെ തേർഡ് AC അവിടെയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 3 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ വരുന്ന ഹോൾട്ട്. സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് ഇവിടെ വന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് സ്റ്റേഷൻ വരുന്ന ഈറോഡാണ്. അവിടെ തന്നെ ഏകദേശം ഒരു 55 മിനിറ്റ് 1 മണിക്കൂറൊക്കെ എടുക്കും. നമ്മുടെ വണ്ടി ഇത് ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായി. 1 കിലോമീറ്റർ കൂടിയുള്ളൂ കഷ്ടിച്ച്. പതിയാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വണ്ടി കണ്ടോ, മെല്ലെ പോണേ. സമയം ഇപ്പം 9:31 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട് വരുന്നത്. വണ്ടി ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. സമയം 9:40. ഈറോഡ് ജംഗ്ഷൻ ഇവിടെ പറഞ്ഞോട് നമ്മൾ പോവാണ്. ബൈ ബൈ ഈറോഡ്. പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര ഉണ്ടല്ലോ, ഇത് ഒരു പ്ലാനും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം ഞാൻ രാവിലെ തന്നെ പറഞ്ഞില്ലേ 9 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തത്കാലിൽ ബുക്ക് ചെയ്തിട്ട് കിട്ടിയാണ്. തത്കാലിൽ ഒരു ടിക്കറ്റിന് റേറ്റ് വന്നത് എനിക്ക് 1185 1180 മുകളിലുണ്ട്. കറക്റ്റ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. തേർഡ് AC ആണ് ബുക്ക് ചെയ്തത്. നോർമൽ തേർഡ് ACയുടെ പ്രൈസും കൂടി ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗത്തിന് അവൈലബിൾ ആയതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ലോവർ ബർത്തായിരുന്നു, നമ്മൾ സൈഡ് ലോവർ ആയിരുന്നു പ്രിഫറൻസ് കൊടുത്തത്. പിന്നെ ഞാൻ ഇടയ്ക്ക് കണ്ണൂർ എക്സ്പ്രസ്സിന് നമുക്ക് വടകര ഇറങ്ങാമെന്ന് വെച്ചായിരുന്നു. പക്ഷേ അതിന് ഭയങ്കര തിരക്കായിരിക്കും, ജനറലിൽ പോകാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ടിക്കറ്റ് നോക്കി സ്ലീപ്പറിൽ, അതൊക്കെ വെയിറ്റ് ലിസ്റ്റാണ്, AC ആണ്. അപ്പോൾ അക്കാര്യത്തിലും തീരുമാനമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിൻ നോക്കി, ഇത് തീരുമാനിച്ചില്ല. ഈ ഒരു ട്രെയിൻ നോക്കി ഇനിയിപ്പോൾ ഇതിന് നമ്മൾ ബുക്ക് ചെയ്ത് കോയമ്പത്തൂർ ഇറങ്ങണം. എനിക്ക് കോയമ്പത്തൂരിന് ഷൊർണൂരേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിക്ക് പോകണം, ഷൊർണൂരിന് വടകരയ്ക്ക് പോകണം. അതാണ് ഒരു പ്ലാന്. ട്രെയിൻ അങ്ങനെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 1 മിനിറ്റാണ് ഇവിടെ ഹോൾഡ് വരുന്നത്. അപ്പം നമ്മൾ കയറാൻ പോവാണ്.
നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇരിക്കൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 10-15 മിനിറ്റ് ഒന്ന് പിടിച്ചിട്ടിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങേണ്ടത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഇരിക്കൂറിന്ന് 18 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് ഷൊർണൂരേക്ക് പോകും. ഈ വണ്ടി നേരെ കൊച്ചുവേലിയിലേക്ക് പോകും. അതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കേട്ടോ പോകുന്നത്. ഒറ്റ ട്രാക്കിൽ അവിടെ നമ്മുടെ വണ്ടി ഇതാ കോയമ്പത്തൂർ നോർത്തിലെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ നോർത്ത്. അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങേണ്ടത് കോയമ്പത്തൂർ ജംഗ്ഷനിലാണ്. ഇവിടെ ഒന്നും ആരും ഇല്ലേ? ഒരാളും ഇല്ല. അവിടെ കുറച്ച് പേര് കിടന്നുറങ്ങുന്നുണ്ട്. അല്ലാതെ ഇവിടെ ഒന്നും ആരുമില്ല. സ്റ്റേഷനിലൊന്നും ആരുമില്ലല്ലോ. എന്തേ നമ്മുടെ സ്റ്റേഷൻ ഇതായി എത്താനായി. അപ്പോൾ കോയമ്പത്തൂർ നോർത്ത്. ടാറ്റ ബൈ ബൈ. നമ്മുടെ വണ്ടി 51 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഓടുന്നത് കേട്ടോ. നമ്മൾ വന്ന വണ്ടിയാണിത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം 11:37 ആയപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണാത്തവരേക്കും